പൈപ്പിൻ്റെ ഉള്ളിലുള്ള എല്ലാ ചെളിയും നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ഇതേപോലെ ചെയ്താൽ മതി. പ്രഷർ വാഷറൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ചെളി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫിൽറ്ററൊക്കെ അടഞ്ഞു പോകും. അങ്ങനെ പമ്പ് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസും കൂടുതലാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പൈപ്പിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ. അപ്പോൾ നമുക്കതെങ്ങനെ ക്ലീൻ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. എളുപ്പത്തിൽ നമുക്ക് ഇതേപോലെ നമ്മുടെ വീട്ടിലെ ഓസും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് 30 മീറ്ററും അല്ലെങ്കിൽ 20 മീറ്ററൊക്കെയുള്ള ഓസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ വീട്ടിലുണ്ടാവുക. നമ്മൾ ചെടി നനയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ ആയിരിക്കും. കൂടാതെ നമ്മൾ പ്രഷർ വാഷറൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഓസൊക്കെ ആണെങ്കിൽ അതെപ്പോഴും നല്ല വൃത്തിയായിരിക്കണം, അല്ലെങ്കിൽ പമ്പൊക്കെ കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ പൈപ്പ് എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ പ്ലേലിസ്റ്റിലുണ്ട്, നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് വീഡിയോസൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലീനിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ നോക്കാം. 2 രീതിയിൽ നമുക്ക് ഓസ് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു രീതിയിൽ നമുക്ക് കോട്ടൻ്റെ നമുക്ക് പഞ്ഞി ഉണ്ടല്ലോ, നമുക്ക് മുറിവിനൊക്കെ കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന പഞ്ഞി നമുക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ കോട്ടൻ്റെ പഞ്ഞി നമ്മൾ ഓസിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളത് ആ ഭാഗം ടാപ്പിലേക്ക് നല്ലോണം ടൈറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുവിധം പ്രഷറുള്ള ടാങ്കിൽ നിന്നൊക്കെ ഉള്ള വെള്ളമായിരിക്കണം നമുക്ക് പൈപ്പിലൂടെ വരേണ്ടത്. എന്നാലും നമുക്ക് ആ കോട്ടൻ്റെ പഞ്ഞി വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രഷറുള്ള വെള്ളമാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മോട്ടർ വെച്ചിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്താൽ നല്ല ഹൈ പ്രഷറിൽ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ല ഫോഴ്സിൽ നമുക്ക് ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ ഹൈ സ്പീഡിൽ തന്നെ നമുക്ക് ആ പഞ്ഞി അതിൽ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ പഞ്ഞീൻ്റെ അളവ് നല്ലോണം കൂട്ടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഹെവി ആയിട്ട് പഞ്ഞി നമ്മൾ ആ പൈപ്പിൽ വെച്ച ശേഷം നല്ല സ്ട്രോങ് ആയിട്ട് നല്ല പ്രഷറിൽ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഓസ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ സ്ലോവിൽ തന്നെ പഞ്ഞി മൂവ് ചെയ്യുന്ന രീതിയിൽ വിടുന്നതായിരിക്കും നല്ലത്. അന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ അഴുക്കുകളൊക്കെ അത് പിടിച്ചെടുത്ത് പോന്നോളും. കണ്ടേ, പെട്ടെന്ന് തന്നെ നമുക്ക് ഇത്ര അഴുക്കും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്കിത് വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുന്ന പൈപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളതിൽ കുറച്ച് വെള്ളം നിറച്ച് വെക്കണം. എന്നതിന് ശേഷം മാത്രമാണ് നമുക്കിങ്ങനെ ചെയ്യാൻ പാടുകയുള്ളൂ. എന്നാലാണ് അത് കുതിർന്ന് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഇതേപോലെ ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് നമുക്കിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് കൂടാണ്ട് നമുക്ക് മറ്റൊരു രീതിയിലും കൂടി നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഓസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ കലക്കിയ ശേഷം നമുക്ക് ഈ ഓസിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കാം. അങ്ങനെ നിറച്ച ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം വേണമെങ്കിൽ നമുക്കത് വെയിറ്റിങ്ങിന് വെക്കാം. അപ്പോൾ വെള്ളം പുറത്ത് പോകാത്ത രീതിയിൽ നമുക്ക് ബ്ലീച്ചിങ് പൗഡർ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിറച്ച ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം വെയിറ്റിങ്ങിൽ വെച്ച ശേഷം അപ്പോൾ അതിൽ നല്ലോണം കുതിർന്ന് കിട്ടുകയും അങ്ങനെ ചെളി അണുക്കളെല്ലാം പോയി കിട്ടുകയാണ്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ കോട്ടൻ്റെ പഞ്ഞി വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്കിത് കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കോട്ടൻ്റെ പഞ്ഞി വെച്ചിട്ട് ഇതേപോലെ തന്നെ വീണ്ടും ക്ലീൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനുള്ളിലുള്ള എല്ലാ അഴുക്കും കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് നമുക്ക് പോയി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ക്ലീൻ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കോട്ടൻ്റെ പഞ്ഞി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഇങ്ങനെ വാട്ടർ ഫിൽറ്റർ ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അണുക്കളൊക്കെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ വാട്ടറിലൊക്കെ നമ്മൾ നിശ്ചിത അളവിൽ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ കലക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നിലമൊക്കെ തുടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുകയാണെങ്കിൽ അണുക്കളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് നിർവീര്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ള ഡിറ്റർജൻറ്റ് ലോഷനൊക്കെ ഉപയോഗിക്കുന്നതിനൊക്കെയും ബെറ്ററായിട്ട് നമുക്ക് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ട് നിലമൊക്കെ തുടയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു റിസൾട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുക, നമ്മളത് വെള്ളത്തിൽ കലക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അത് തെളിയാൻ വേണ്ടി വെക്കണം. എന്നിട്ട് ആ തെളി ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ നിലം തുടയ്ക്കാൻ ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ അതിൽ കുമ്മായം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ തെളിവെള്ളം എടുത്തിട്ട് വേണം നമ്മൾ നിലം തുടയ്ക്കാൻ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് നമ്മുടെ ഫ്ലോറൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അണുക്കളൊക്കെ നശിച്ച് നല്ല വൃത്തിയുള്ള ഫ്ലോറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കൂടാതെ നമ്മുടെ ബാത്റൂമിൻ്റെ ടൈലും ഫ്ലോറും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിലും വളരെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് വളരെ പെർഫെക്റ്റായിട്ട് കിട്ടുന്നതാണ്. മറ്റ് ലോഷനും കാര്യം ഉപയോഗിക്കാണ്ട് ബ്ലീച്ചിങ് പൗഡറിൽ മാത്രം ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് വളരെ 100% നമ്മൾ ക്ലീനിങ് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് ലോഷനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നിലമൊക്കെ കഴുകി ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ
നമുക്കതിൻ്റെ ആ ഒരു കുറേ അലർജി കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. കൂടാതെ അതിൻ്റെ ആ ലിക്വിഡിൻ്റെ ഒരു ഗമ്മ് പോലെയൊക്കെ ഉണ്ടാവും. അതൊക്കെ നിലത്തും വല്ലാണ്ട് പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് നിലമൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ട് തുടയ്ക്കാനൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും കാര്യങ്ങളിലൊക്കെ വളരെ കറക്റ്റായിട്ട് അവർ ചെയ്യുന്നതാണ്. അവർ മറ്റു ലോഷനൊന്നും ഉപയോഗിക്കേണ്ടതാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കണ്ടതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇതേപോലെ വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വളരെ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേറെ സ്മെല്ലും കാര്യങ്ങളൊന്നും വരികയില്ല. നല്ല വൃത്തിയായിട്ട് എല്ലാ അണുക്കളും നാശാവുകയും ചെയ്യുന്നതാണ്. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ക്ലീനിങ് ആണിത്. അപ്പോൾ നിങ്ങളെന്തായാലും ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഫ്ലോർ ക്ലീൻ ചെയ്യാനും അതേപോലെ ഓസൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. കൂടാതെ നമുക്ക് കൊതുകൊക്കെ മുട്ടയിട്ട് ലാർവകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കൊടുത്താലും അത് നശിച്ചു പോകുന്നതാണ്. അപ്പോൾ നമുക്കങ്ങനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലീച്ചിങ് പൗഡർ വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ പലർക്കും ഇതിനെ പറ്റിയുള്ള ഉപയോഗവും കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പോൾ നമുക്ക് ബ്ലീച്ചിങ് പൗഡർ നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെയാണ് മേടിക്കാൻ കിട്ടുക. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ബ്ലീച്ചിങ് പൗഡർ നമ്മൾ നനയാണ്ട് വേണം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് അങ്ങനെ നനഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബ്ലീച്ചിങ് ക്ലോറിനൊക്കെ നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അത് പൗഡർ വളരെ ഡ്രൈ ആയിട്ട് തന്നെ നമ്മളത് സൂക്ഷിച്ച് വെക്കണം. എന്നാൽ മാത്രമാണ് നമുക്കത് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഇതേപോലെ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചതിന് ശേഷം നമ്മളൊരു വൃത്തിയുള്ളൊരു ടെപ്പിൻ്റെ ഉള്ളിൽ എന്തിലിട്ട് നല്ല എയർ ടൈറ്റായിട്ട് എടുത്ത് വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാണ്ട് നമ്മളത് പിന്നീട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിലുള്ള ക്ലോറിനൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ആ ക്ലീനിങ്ങിനുള്ള സംഭവമായിട്ട് വെറും കുമ്മായം മാത്രമേ അതിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബ്ലീച്ചിങ് പൗഡറിൻ്റെ എഫക്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമുക്കിവിടെ കാണുന്നത്. നമ്മൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെളി കുറച്ച് കലക്കി കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ ശുദ്ധമായ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ കുറച്ച് ചെളി കലക്കി കൊടുക്കുന്നുണ്ട്. അത് നമ്മളൊരു സ്പൂൺ ഇട്ട ശേഷം നല്ലോണം കലക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കലക്കി കൊടുത്ത ശേഷം നമുക്ക് ആ വെള്ളത്തിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കാണാവുന്നതാണ്. നല്ല ചുമന്ന കളറിലായിട്ടുണ്ട് ആ വെള്ളം. അപ്പോൾ നല്ലോണം കലക്കിയ ശേഷം നമുക്ക് കുറച്ച് നേരം നോക്കിക്കഴിഞ്ഞാലും ആ വെള്ളം തെളിയുന്നൊന്നുമില്ല, അങ്ങനെ തന്നെ കലങ്ങി തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെളി വെള്ളമായിട്ട് അങ്ങനെ വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് അല്പം ബ്ലീച്ചിങ് പൗഡർ നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബ്ലീച്ചിങ് പൗഡർ ഇട്ട ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമുക്കതിൽ വരുന്ന എഫക്റ്റും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക. ഒരു സ്പൂൺ ഇട്ട ശേഷം നല്ലോണം ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ കാണാം. അപ്പോൾ അത് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. അല്പം സമയം കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആ ചുമന്ന കളറൊക്കെ മാറിയിട്ട് അത് തെളിഞ്ഞ് വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ആ ബ്ലീച്ചിങ് പൗഡറിൻ്റെ എഫക്റ്റും കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് ആ വീഡിയോ മൊത്തമായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ടില്ലേ, ചെളി വെള്ളം നല്ല വൃത്തിയായിട്ട് അടിയിലേക്ക് ഊറുകയും പിന്നെ തെളിഞ്ഞ വെള്ളം മുകളിൽ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒരു എഫക്റ്റ് തന്നെയാണ് നമ്മൾ എഴുത്ത് ഫ്ലോർ തുടയ്ക്കാനാണെങ്കിലും പൈപ്പ് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കത് ഉപയോഗിക്കുമ്പോഴും കിട്ടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കൂടാതെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് നിലം തുടയ്ക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കാൻ പറ്റട്ടെ. അപ്പോൾ നമുക്ക് ഈ മഴക്കാലത്ത് വരുന്ന ഈ പായലും പൂപ്പലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും ബ്ലീച്ചിങ് പൗഡർ ഇതുപോലെ കലക്കി തളിക്കുകയോ അല്ലെങ്കിൽ വെതറിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുറ്റത്തൊക്കെയുള്ള പായലൊക്കെ ഒഴിവാക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് വരുന്ന അണുക്കളും കാര്യങ്ങളൊക്കെ നശിപ്പിക്കാനും നമുക്ക് ബ്ലീച്ചിങ് പൗഡർ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.